നമസ്കാരം. ഞങ്ങളുടെ പുതിയ ഡൽഹിയിലേക്കുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഷാർജയിൽ നിന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബഹ്റൈനിൽ നിന്ന് ഷാർജയിൽ നിന്ന് ഡൽഹി, ഇതാണ് ഞങ്ങളുടെ റൂട്ട്. അപ്പോൾ ഷാർജയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. ഡൽഹിയുടെ ആകാശത്തിലൂടെ ഇങ്ങനെ ഞങ്ങൾ റൺവേയിലേക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെട്രോ ഇവിടെ റെയിലും അതുപോലെ തന്നെ ഹൈവേസും ഒക്കെ നമുക്ക് ആ ഫ്ലൈറ്റിലിരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡൽഹി വിമാനത്താവളം. നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പം തന്നെ അത് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ഏരിയ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് പാർക്കിംഗ് ബേയിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് അടുപ്പിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് ഫ്ലൈറ്റുകൾ ഇറങ്ങുന്ന സമയമാണ്. നമ്മളത് പുറത്ത് ഇറങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതും ഒരു മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഒക്കെ വ്യത്യാസത്തിന് ഇങ്ങനെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അത്രയും തിരക്കേറിയ ഒരു വിമാനത്താവളം തന്നെയാണ് ഡൽഹി വിമാനത്താവളം. ഫ്ലൈറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാടത്തൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുക. പല ഭാഗത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന വിധത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ പുറത്തേക്ക് നോക്കുമ്പം വളഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് സ്ഥലത്തൂടെയൊക്കെ ഒരു ബസ് പോകുന്ന മാതിരി, വളവ് തിരിവ് എന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാം കൂടെ അവസാനം ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ അടുത്തെടുത്തു. നമ്മൾ ഇങ്ങനെ പാർക്കിംഗ് ബേയിലേക്ക് അത്രയും സമയമെടുത്തു. എന്തായാലും ഞങ്ങളെ കാത്ത് ഡൽഹി ചാപ്റ്ററിൻ്റെ ഭാരവാഹി ചന്ദ്രു പുൽക്കാവ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എത്തിയതിന് ശേഷം ഒരു മെസ്സേജ് അയക്കാൻ. അപ്പോൾ നിങ്ങൾ ബാഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി ഉടനെ തന്നെ ചന്ദ്രുവിന് മെസ്സേജ് അയച്ചു. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ റോഡൊക്കെ നല്ല തിരക്കാണെന്ന് അവന് മെസ്സേജിലൂടെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ലേറ്റാവും. ഏതായാലും നിങ്ങളവിടെ പുറത്തേക്ക് ഇറങ്ങണ്ട, അതിൻ്റെ അടുത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്നാൽ മതി, ഞാൻ എത്തിയതിന് ശേഷം വിളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതി ഞങ്ങൾ ഡൽഹി വിമാനത്താവളത്തിൽ കാത്തിരിക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ടെർമിനലിനോട് അടുപ്പിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാണുമ്പം തന്നെ മനസ്സിലാവും ഡൽഹി എയർപോർട്ടിൻ്റെ ഉൾവശവും ഒക്കെ കുറേ നടക്കാനുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഉള്ളിൽ ഗോൾഫ് കാർട്ടൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇമിഗ്രേഷൻ കസ്റ്റംസിൻ്റെ അടുത്ത് വരെ ഗോൾഫ് കാർട്ടിൽ എത്തിച്ചു കൊടുക്കും. ഏതായാലും ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു. ഡൽഹി വിമാനത്താവളത്തിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞു. കസ്റ്റംസ് അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു. ബാഗേജ് കിട്ടി. ബാഗേജിൽ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ബാഗേജ് ടാഗ് അവർ പരിശോധിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, സാധാരണ ഇല്ലാത്തൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച്. മറ്റുള്ള നമ്മളിപ്പം നാട്ടിൽ കേരളത്തിലൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ബാഗേജ് എടുത്തങ്ങ് പോകാമെന്നല്ലാതെ ആരും അത് നോക്കുന്നില്ല. ഏത് ബാഗേജ് ആരെ ബാഗേജാണ് എടുത്തൊന്നും അവർ നമ്മൾ ബൈ മിസ്റ്റേക്കൊക്കെ എടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ നമ്മളെ ബോർഡിംഗ് പാസിലെ ടാഗും ബാഗേജിലെ ടാഗും അവർ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഏതായാലും ചന്ദ്രു വന്നു. ഞങ്ങൾ 2 പേരും മുമ്പിലുണ്ട്, പിന്നിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവനെ യൂബറാന്ന് വിളിച്ചത്.
ഞങ്ങൾ കരോൾ ബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം RK നഗറിലാണ്. ഇത് കരോൾ ബാഗിലാണ്. ഞങ്ങൾ റൂമിലെത്തിക്കഴിഞ്ഞു. ഒരുപാട് സമയമെടുത്തു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2.5-3 മണിക്കൂർ എടുത്തു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കരോൾ ബാഗിലെത്താൻ. അപ്പം നമുക്ക് ആലോചിക്കാം അത്രത്തോളം ട്രാഫിക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹോട്ടലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അന്ന് ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി രാത്രി. അപ്പോൾ അത് ഉറക്കെല്ലാം നന്നായി ഉറങ്ങി. രാവിലെ തന്നെ ഞങ്ങൾ ഈ കരോൾ ബാഗ് മാർക്കറ്റൊന്ന് കാണാം, മാർക്കറ്റിലൊന്ന് പോകാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒരു 9 മണിക്ക് അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയ്ക്ക് അവിടെ ഓട്ടോയ്ക്ക് കയറിയപ്പം തന്നെ അവരോട് ചോദിച്ചു കരോൾ ബാഗിലേക്ക് എത്ര ദൂരം. അപ്പോൾ ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അവർ പൈസ ചോദിച്ചപ്പോൾ 50-60 രൂപ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഓട്ടോയിൽ നല്ല തിരക്ക് രാവിലെ തൊട്ട്. ഇപ്പോൾ ഈ കരോൾ ബാഗിൽ നല്ല തിരക്ക് ആണ് ഏത് സമയവും. എനിക്കൊന്നൊരു 12-1 മണി വരെയൊക്കെ നല്ല തിരക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കരോൾ ബാഗ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഡൽഹി, ഈ ഡൽഹിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു. 1947 ഈ ഇന്ത്യ വിഭജനം നടന്ന സമയത്ത് ഈ പാകിസ്ഥാനിൽ നിന്നെല്ലാം അന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ കുടിയേറിയ ആൾക്കാരും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ കരോൾ ബാഗ്. അതിനുശേഷം പിന്നെ ഒരു 1980 മുമ്പോ മറ്റോ അവിടെ ഒരു ഡൽഹിയിൽ വലിയൊരു കുടിയൊഴിപ്പിക്കലൊക്കെ നടന്നിട്ടല്ല. അതായത് ന്യൂ ഡൽഹി ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറേ ചേരി പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടുന്ന് ഒഴിവാക്കിയിരുന്നു. അവരൊക്കെ വന്ന് തമ്പടിച്ച ഒരു സ്ഥലം എന്നൊക്കെ പറയാം. അത്രയും ഈ ഡൽഹി എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് പറയാം ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ പറയാം. അവിടെ എല്ലാ ഭാഷക്കാരുണ്ട്. അപ്പം ഞാനിത് അവിടെ നോക്കുമ്പോൾ അവരധികവും തമിഴന്മാരും അതുപോലെ മറാത്തികളും ബീഹാറികൾ ഒരുപാട് പേര് തിങ്ങി താമസിക്കുന്ന ഒരുപാട് പല ഭാഷക്കാരുണ്ട്. മലയാളികളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ബീഹാറികളും മറാത്തികളും അതുപോലെ തന്നെ തമിഴന്മാർ, അങ്ങനെ ഒരുപാട് ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ. നമ്മൾ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുള്ള പല ആളുകളും ജോലി സംബന്ധമായിട്ടൊക്കെ വന്നു ചേർന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. ഞങ്ങളിങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ നോക്കി നടന്നു. അങ്ങനെയൊന്നും കാണാനില്ല അവിടെ ഒന്നും. എല്ലാം വഴിയോരത്ത് കച്ചവടം നടത്തുന്ന അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് മാതിരിയുള്ളൊരു ചെറിയൊരു കുട്ടിക്കട ഞങ്ങൾ കണ്ടു. അവിടെ കയറി അവിടുത്തെ ഭക്ഷണം കാണുമ്പം ഒരു നാൻ മാതിരിയുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചട്നി മാതിരിയുള്ളൊരു കറിയും, ഒരു കടലക്കറി മാതിരിയാണ് തോന്നിയത്. കറിയായിട്ട് പറയട്ടെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. വഴിയോരത്തുള്ള അധികം ഈ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും 9 മണി കഴിഞ്ഞു. പക്ഷേ ഒന്ന് സജീവമാണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആവും. നല്ല ചൂടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ കരോൾ ബാഗ് മാർക്കറ്റിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കറങ്ങിയതാണ്. ഷോപ്പിംഗ് അല്ല, ഞങ്ങൾ ഈ മാർക്കറ്റൊന്ന് കാണാം. ഷോപ്പിംഗ് എല്ലാം പിന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പൂരിയാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. പൂരിയാണെന്ന് എൻ്റെ തോന്നൽ. ഞങ്ങൾ ഇതാദ്യം കണ്ടത് ഇവിടുന്ന് കഴിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ വഴിയോരത്തിങ്ങനെ കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സരോജിനി നഗറിലൊന്ന് പോകണം. അവിടെ നല്ല ഒരുപാട് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കരോൾ ബാഗിലും ഇങ്ങനെ തന്നെ ഒരു രാത്രി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നല്ല തിരക്കാവുകയും കൂടുതൽ ഐറ്റംസൊക്കെ ഉള്ളത്. ഈ ഷൂവിൻ്റെ ഒരു ഫാക്ടറി എന്ന് തന്നെ പറയാം. അത് നമുക്ക് ഹോൾസെയിലാണ്, നമ്മൾ റീറ്റെയിലായിട്ട് അവർ കൊടുക്കില്ല. ഈ ഷൂവിൻ്റെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ അവർ പറയുന്നത് ഹോൾസെയിലാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 2-3 ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ ഹോൾസെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോള് വന്നു. ഞങ്ങളുടെ ഈ ഗ്ലോബൽ മീറ്റിൻ്റെ പരിപാടിക്കാണ് ഈ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ട്രെയിനിന് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ട്രെയിനിനാണ് വരുന്നത്. അപ്പോൾ അവർ ഞങ്ങൾ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിലൊക്കെ പോകുന്ന ആൾക്കാരോട് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ വാഹനത്തിൽ നമ്മൾ ഈ ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒന്നുകിൽ ഊബർ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് പറഞ്ഞതിന് ശേഷം പിന്നെ കയറുക.
അത് ചെറിയ സംഖ്യ നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നമുക്കൊരു വിഷമം ഉണ്ടാവും. മറ്റെന്ത് കാര്യത്തിന് പോയാലും കുഴപ്പമില്ല, പക്ഷെ ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ കയറുന്നതിന് മുന്നേ ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ഈ ഫോർച്യൂൺ റെസിഡൻസി ഉള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മുഷ്കിൽ നെയ്യേ ജാഥാ നെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു 60 രൂപ കൊടുത്താൽ മതിയാവും എന്ന് വിചാരിച്ചു. അപ്പോൾ 60 രൂപ പ്രതീക്ഷിച്ച് ഞങ്ങൾ റെസിഡൻസി ഈ ഫോർച്യൂൺ റെസിഡൻസി ഹോട്ടലിൽ അവിടെ എത്തിയപ്പം പൈസ ചോദിച്ചപ്പോൾ അവന് 150 റുപ്പീസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തെങ്ങനെ കൂടുതൽ വാങ്ങിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോയത് 60 രൂപയ്ക്കാണല്ലോ, നീ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആംകോ മാലൂം നീ ആപ് കിത്തന ദിയ എന്നുള്ള വിധത്തിലൊക്കെ സംസാരിച്ചു. ഏതായാലും കൂടുതൽ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് നമുക്കൊരു അനുഭവമാണ്. നമുക്ക് ഇപ്പം 60 കൊടുത്തത് നമ്മൾ 150 90 രൂപ നഷ്ടം. അതൊരു വലിയൊരു സംഭവം പറയല്ല. പക്ഷേ നമ്മൾ അത് 1 രൂപയായാലും ശരി, നമ്മളെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിഷമം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ന്യായമായ പൈസ കൊടുക്കുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമുക്ക് ഒരു പുതിയ ആളല്ലേ, അപ്പോൾ ഇവനെ കിട്ടിയ സമയത്ത് അവനങ്ങ് വഹിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അവരങ്ങ് ഭയങ്കര സ്മാർട്ടായി പോയല്ലോ, നമ്മളങ്ങ് പറ്റിക്കപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതൊരു അനുഭവമായി മാറി. അതുകൊണ്ട് ഞങ്ങൾ പിന്നീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബറിന് പോകും. നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. യൂബറിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രയാണെന്ന്. ഇവിടെ ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഫോർച്യൂൺ റെസിഡൻസി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലൊരു ഹോട്ടലായിരുന്നു. അപ്പം ഈ യൂബറിനാകുമ്പം തന്നെ നമുക്ക് റേറ്റ് അറിയാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമുക്ക് വേണോ വേണ്ടോ ഒക്കെ തീരുമാനിക്കാം. ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ടീം വന്നിരിക്കുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ്സിന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ 150 പേരുണ്ട്. അത് ഗ്ലോബൽ മീറ്റിൻ്റെ പരിപാടിയാണ്. ഒരു 4-5 ദിവസം ഞങ്ങളിവിടെ ഉണ്ട്. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടുമായിട്ട് കൂടുതൽ കാഴ്ചയായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.